ഇഡ്ഡലി റൈസ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ വേണം, ഒരു മെഷറിംഗ് ഗ്ലാസ് വേണം, പിന്നെ നമുക്ക് ഇഡ്ഡലി റൈസ് വേണം. സോ നമുക്കൊരു പാത്രം എടുത്ത് ഇഡ്ഡലി റൈസ് ഇടാം. ഇതിൽ ഞാൻ 4 കപ്പ് ഇഡ്ഡലി റൈസാണ് യൂസ് ചെയ്യുന്നത്. 4 കപ്സ് ഓഫ് ഇഡ്ഡലി റൈസ്. ഇനി നമുക്ക് ഇഡ്ഡലി റൈസ് നല്ല ക്ലീൻ വാട്ടർ യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ആ ക്ലൗഡി ആയിട്ട് വരുന്ന വാട്ടർ മാറുന്നത് വരെ ഒരു 3 to 4 ടൈംസ് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം നല്ലോണം ഞെരടി വേണം വാഷ് ചെയ്തെടുക്കാൻ. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ വാട്ടർ ഒഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കും. ഇത് ഇഡ്ഡലി റൈസ് സെപ്പറേറ്റ് ആണ് സോക്ക് ചെയ്യുന്നത്. ഉഴുന്ന് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ടും സോക്ക് ചെയ്യും. ഇഡ്ഡലി റൈസിന് പകരം പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ദോശ റൈസ് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നാല് കപ്പ് റൈസിന് ഞാനിപ്പോൾ 1 കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി. സോ അതാണ് ഉഴുന്നിൻ്റെ കോൺഫിഗറേഷൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉഴുന്ന് നല്ലോണം വാഷ് ചെയ്തെടുക്കും. ഉഴുന്ന് നമുക്ക് ഒരു വട്ടം 2 വട്ടമൊക്കെ വാഷ് ചെയ്തെടുത്താൽ മതി. അരി പോലെ നമ്മൾ 4 to 5 ടൈംസ് ഒന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉഴുന്ന് ഇതുപോലെ നല്ല ക്ലീൻ വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് നമ്മൾ സോക്ക് ചെയ്യാൻ വയ്ക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഉലുവ നമ്മൾ സോക്ക് ചെയ്യുന്നു. ഇതിനകത്തേക്ക് ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് നമുക്ക് സോക്ക് ചെയ്യാം. ഇനി ഇത് നമ്മളൊരു 4 to 5 hours നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നു. ആദ്യം നമ്മൾ ഉഴുന്നാണ് അരയ്ക്കാൻ ഇട്ടിട്ടുള്ളത്. നമ്മുടെ ഗ്രൈൻഡർ ഓർ മിക്സി വാട്ട് എവർ അവൈലബിൾ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ഗ്രൈൻഡർ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഉഴുന്നും ഉലുവയും കൂടി ചേർന്നുള്ള മിക്സാണ്, അത് ഇട്ട് കൊടുക്കും. ഇനി വെള്ളം നമ്മൾ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒറ്റയടിക്ക് ഫുള്ള് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ നോക്കി ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് അരഞ്ഞ് വന്നതിന് ശേഷം അടുത്ത ബാച്ച് വെള്ളം ആഡ് ചെയ്യണം. അത് നമ്മൾ പ്രാക്ടീസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാവും. മാവിൻ്റെ അരഞ്ഞു വരുന്നത് അനുസരിച്ച് ഡിപ്പെൻസ് ഓൺ ഉഴുന്നിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഡിപ്പെൻസ് ആണ്. ഉഴുന്ന് മാവ് നമ്മൾ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുക്കും. അരിയും ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് അരഞ്ഞു വരുന്നത് നോക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആദ്യം ഉഴുന്നരച്ചതിന് ശേഷം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ഇതിൽ ഡ്രമ്മിൽ തന്നെ നമുക്ക് തിരിച്ച് അരിയും അരിച്ചെടുക്കാവുന്നതാണ്. അരി അരഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച്
ഉഴുന്നിൻ്റെ അത്രയും ടൈം എടുക്കില്ല, പക്ഷേ നമ്മൾ നോക്കി കണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പം ഇഡ്ഡലിക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ തിക്ക് മാവല്ലേ വേണ്ടത്, അതുപോലെ ദോശയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ടുള്ളത്. സോ അതിനനുസരിച്ച് ഇപ്പോൾ ഇഡ്ഡലിയും ദോശയും രണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള മാവായിട്ട് അരച്ചെടുത്താൽ അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി ദോശയ്ക്കും ഇഡ്ഡലിക്കും പ്രത്യേകം മാറ്റി കൺസിസ്റ്റൻസി ആക്കാവുന്നതാണ്. ഇനി മാവ് പുളിപ്പിക്കാനായിട്ട് ഓവനിൽ നമ്മൾ ഈ ഒരു സെറ്റിങ്സിൽ മാറ്റിയിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കാൻ ഒരു 3 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ അരച്ച മാവ് വെക്കുന്നത്. മാവിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, ഫുള്ളായിട്ട് വേണ്ട. ഒരു അര ടീസ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉപ്പ് ആഡ് ചെയ്തിട്ട് വെക്കാം. നമുക്ക് പിന്നെ നെക്സ്റ്റ് ഡേ പുളിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ ദോശ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രത്യേകം എടുക്കുന്നതിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിലോട്ട് ആഡ് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി നമ്മൾ തിരിച്ച് ഓവനിലോട്ട് വയ്ക്കും. ഇത് തണുപ്പ് ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് പുളിപ്പിച്ചെടുക്കാവുന്നതാണ്. ഓവർനൈറ്റ് വെച്ചിട്ട് പുളിപ്പിച്ചെടുക്കാം. അപ്പം ഓവനിലോട്ട് മാവ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ്സ് ഉള്ളി സെറ്റിങ്സ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ആവശ്യത്തിന് ഒരു പാത്രത്തിൽ നന്നായിട്ട് പൊങ്ങി വന്നത് കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഉപ്പ് അത്യാവശ്യം ചേർത്ത് നമുക്ക് ഇഡ്ഡലിയോ ദോശയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. സോ അത്രയേ ഉള്ളൂ. ദോശ ബാറ്റർ മേക്കിംഗ് ഈസ് നോട്ട് a Herculean task. It's easy, but needs patience and some trick and tricks. Thank you so much for watching. നിങ്ങളും ട്രൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.